പാതാ വികസനം പോലെ, കെ ഫോൺ പോലെ, ഗെയിൽ പൈപ്പ് ലൈൻ പോലെ, തീരദേശ ഹൈവേ പോലെ, മലയോര ഹൈവേ പോലെ, കൊച്ചിയിടമൺ പവർ ഹൈവേ പോലെ, വാട്ടർ മെട്രോ പോലെ, വിഴിഞ്ഞം പോർട്ട് പോലെ വൻകിട പദ്ധതികൾ, കേരളത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന പദ്ധതികൾ, ഒപ്പം ഏറ്റവും പാവപ്പെട്ടവരായ മനുഷ്യരുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കാൻ സഹായിക്കുന്ന ക്ഷേമ പദ്ധതികൾ, ക്ഷേമ പെൻഷൻ, ലൈഫ് ഭവന പദ്ധതി, പള്ളിക്കൂടങ്ങളുടെ വികസനം, ആശുപത്രികളുടെ നവീകരണം എന്നിങ്ങനെ ഇത് രണ്ടും സമന്വയിപ്പിച്ചുകൊണ്ടാണ് കേരളം മുൻപോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ പ്രതീക്ഷയുളവാക്കുന്ന സാധാരണക്കാരായ മനുഷ്യരുടെ മതിപ്പും പ്രശംസയും ഏറ്റുവാങ്ങാൻ സർവഥാ യോഗ്യമായ ഒരു സർക്കാരാണ് നമ്മുടെ സർക്കാർ. ജനങ്ങളുടെ ഇടയിൽ ഇത്തരം കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ വികസനം തുടരണം എന്നാഗ്രഹം ജനങ്ങളുടെ ഇടയിൽ പ്രകടമാണ്. സ്വാഭാവികമായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് ഒരു മൂന്നാം ഊഴം കേരളത്തിലെ ജനങ്ങൾ നൽകും എന്ന കാര്യം ഉറപ്പാണ്. ആ ഉറപ്പ് എല്ലാവർക്കും ബോധ്യമാകുന്ന ദിനം 2026 വരും, ഒരു സംശയവും വേണ്ട. 2026 കേരളത്തിന്റെ ചരിത്രത്തിൽ തുടർച്ചയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് മൂന്നാം ഊഴം നൽകിയ വർഷം എന്ന നിലയിൽ ഭാവിയിൽ അറിയപ്പെടും എന്ന കാര്യത്തിൽ ഒരു സംശയവുമുണ്ട്. അങ്ങനെ വീണ്ടും 2026 ഒരിക്കൽ കൂടി തുടർ ഭരണം നമുക്ക് ലഭിക്കുമ്പോൾ ആ ഗവൺമെന്റ്